എക്സാമ്പിൾ ഐറ്റംസ്, ഞാൻ ഫിലിം ഇൻഡസ്ട്രി ഒന്നും പറയല്ല, ബട്ട് ഐറ്റം സോങ് ആയാലും പല സീൻസ് മലയാളം പഴയ മൂവീസിൽ എത്ര സീൻസ് ഉണ്ട്. ശിശിരകാല മേഘമേ, അപ്പൊ അതെന്താ, വാട്ട് ഈസ് ദാറ്റ്? അവിടെ ആരും ക്വസ്റ്റ്യൻ ചോദിച്ചില്ലല്ലോ. നിങ്ങൾ റിബൺ കട്ടിക്കാൻ വിളിക്കും, നിങ്ങൾ ഉദ്ഘാടനത്തിന് വിളിക്കും, നിങ്ങൾ എല്ലായിടത്തും വിളിക്കും, അയ്യോ ചേട്ടാ ഇരിക്കും ചേച്ചി. അല്ല, അവരാരും ഈ പോൺ സ്റ്റാർ അഡൽട്ട് മൂവീസിലൊന്നും അഭിനയിച്ചവരല്ല, സിനിമയ്ക്ക് വേണ്ടി ചെയ്യുന്നുള്ളൂ. അന്നത്തെ അങ്ങനെയാണെങ്കിൽ ഈ ഒന്നും കാണിക്കാൻ പാടില്ല. അതാണ് എന്തിനാ ഇത്രയും മാത്രം കാണിച്ച ആൾക്കാരെ? അല്ല, ഇതിപ്പോ ഇത്രയും ഇപ്പൊ ക്ലീവേജ് കാണിക്കുന്നത് നോർമലൈസ് ചെയ്യല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ കാലഘട്ടത്തില് ക്ലീവേജ് കാണിക്കുന്നത് നോർമലൈസ് മാറിയാണ്. കാണിക്കുന്ന ആൾക്കാർ എത്രയോ പേരെ ഇതിവിടെ അതെ ഇതിനായിട്ട് വിളിക്കുന്നു. ഓപ്പണിംഗ് അത് അവരറിഞ്ഞോണ്ടല്ലോ. ഇപ്പൊ ഓരോ മീഡിയ അല്ലെങ്കിൽ ഒരാള് ഫോണൊന്ന് പൊന്തിച്ച് പിടിച്ചു കഴിഞ്ഞാല് അവരെ ക്ലീവേജ് അല്ലെങ്കിൽ പല ഭാഗങ്ങളും കാണും. നോ ബ്രോ, ഇപ്പൊ ഈ ആറ്റുകാൽ പൊങ്കാലയിൽ പോലും അന്നാരാജൻ വന്ന ഒരു ഡ്രസ്സ് ഇട്ട് അതിൽ വിവാദമായി. അതുപോലെ തന്നെ നമ്മുടെ ആരായിരുന്നു അന്നാരാജിന്റെ കൂട്ട് വേറൊരു ഇതുണ്ടല്ലോ, ഹണി റോസ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ചോദിക്കട്ടെ, ഈ ഹണി റോസിനെ ആക്ച്വലി എന്തിനാണ് ഈ ഉദ്ഘാടനത്തിനൊക്കെ വിളിക്കുന്നത്? അവരുടെ കുണ്ടി, അവരുടെ മുല ആണോ? അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഞാൻ ആരെയും തെറ്റ് പറയുന്നല്ല, അപ്പൊ അവരൊക്കെ കാണിക്കുന്നത് അവര് കാണിക്കാന്ന് പറഞ്ഞാല് കാണിക്കാതെ അവരൊരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ഒരു ആക്ട്രസ് എന്ന രീതിയിലാണ് കാണുന്നത്. നമ്മൾ ഓപ്പൺ ആയിട്ട് കണ്ടു പോകുമ്പോൾ പിടിച്ചു കളയുന്നതിന് ഒരു കുഴപ്പമില്ലേ?